ഞാൻ പറഞ്ഞത് എന്റെ വാച്ച് പൊട്ടി ഗൈസ്. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, ഭയങ്കര വില പൊട്ടി. പിന്നെ അത് ക്ലോക്ക് അറിയുന്നത് ഇവിടെ ലൈറ്റ് ഒക്കെ അല്ല. പിന്നെ ഞാൻ സ്റ്റിക്കർ വയ്ക്കാനുണ്ട്, കത്രിക, ബ്രഷ് എല്ലാം ഉണ്ട്. ഇത്രേ ഉള്ളൂ. നമുക്ക് എൻ്റെ ഒരു കുറച്ച് കളേഴ്സ് ഒക്കെ കാണാം. ഇതാണ് ഞാൻ ഒരു തേപ്പ് കുട്ടിയുടെ കവറിൻ്റെ അകത്ത് വെച്ചേക്കുന്നത്. ഞാൻ ഈ പെട്ടിയിലാണ് എൻ്റെ ക്രയോൺസ്, എൻ്റെ ഓയിൽ പേസ്റ്റ് കാണിച്ചത്. ഓയിൽ പേസ്റ്റ് ഒക്കെ ഇതിലാണ് ചെയ്തത്. എൻ്റെ ഓയിൽ തന്നെ കാണിച്ചു തരാം. പെൻസിൽ കളർ, ഓയിൽ പേസ്റ്റ്, പിന്നെ കുറച്ചുണ്ടോ ഈ ഇങ്ങനത്തെ ക്രയോണ്, പിന്നെ കുറെ കളർ ഇല്ലാത്ത സ്കെച്ച് ചെയ്ത് വെച്ചിട്ട് എനിക്കൊരു കാര്യം ചെയ്യാനാണ് കേട്ടോ. ഓയിൽ പേസ്റ്റ് പിടിക്കും. പിന്നെ ഇത്രയാണ് ഈ ബാഗ്. ഇപ്പൊ എല്ലാം കൂടെ എൻ്റെ ക്രാഫ്റ്റ് റൂം കാണിക്കുന്നതാവോന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ഞാൻ അതും കാണിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ആ വീട് നമുക്ക് എടുക്കാൻ കഴിയുന്നത്. പിന്നെ ഇത് മൈ ബോക്സ്, എൻ്റെ ഫാബ്രിക് പെയിന്റ് ആണ്. ഞാൻ തുറന്ന് കാണിച്ചിട്ടേ പോകൂ ഗൈസ്. കാര്യം ഇല്ലാത്തൊരു സാധനം കൂടി ഉണ്ട്. അവസാനം തുറന്നെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചുമ്മാ എന്നോട് അതെല്ലാവരെയും ഭയങ്കര ഇഷ്ടപ്പെട്ട കളറായിരുന്നു. അടുത്തത് ഇതിന്റെ പൗച്ചാണ്. പൗച്ചില് എന്തുണ്ട്, അതിന് ടാപ്പ് കാണാനില്ല. പിന്നെ ഒരു പശ, മസിയാവും. ഒരു പശയുണ്ട്. ഈ ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ക്രാഫ്റ്റിന്. തീരാറായി. പെൻസില്, പിന്നെ വേറൊരു മാർക്കർ. അടുത്ത വാട്ടർ കളർ ഒരു പരിവായിട്ടിരിക്കുന്നതാണ് കേട്ടോ. ഒരു പരിവാവ് ഇഷ്ടമല്ലേ ആയി പോകുന്നതാണെങ്കിൽ നമുക്കിനി തിരിച്ചു വയ്ക്കാം. തിരിച്ചു വയ്ക്കുന്നത് ഒരു പാടാണ്. നമ്മൾ വച്ചിട്ടാണ് ഞാനും പാടുപെടുന്നതാണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടെങ്കിലും വച്ചു. അതായി. അപ്പൊ ഇതിൽ എന്തൊക്കെയാണെന്ന് കൂടെ കാണിച്ചിട്ടുണ്ട്. ആദ്യം കത്രിക, പഞ്ഞി, പശ എനിക്ക് വെച്ചിട്ട് സാധനം ചെയ്യാനുള്ളതാണ്. ഈ ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. വേറൊരു ബ്രഷ് ഇല്ല, വാങ്ങിക്കണം. പിന്നെ പെൻസിൽ, മതി.